നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മോക്ഷം ലഭിക്കുന്നതിനായി 4 പേർ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു. തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിലാണ് സംഭവം. ചെന്നൈ വ്യാസർപാടി സ്വദേശികളായ മഹാകാല വ്യാസൻ, സുഹൃത്തായ രുക്മിണിയുടെ 2 മക്കൾ എന്നിവരാണ് മരിച്ചത്. തിരുവണ്ണാമല ക്ഷേത്രത്തിന് സമീപമുള്ള ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഇവരുടെ മൊബൈൽ ഫോണിൽ നിന്നാണ് മരണകാരണം വെളിപ്പെടുത്തിയുള്ള വീഡിയോ ദൃശ്യങ്ങൾ കണ്ടെത്തിയത്. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ള വ്യക്തികളായിരുന്നു മഹാകാല വ്യാസനും രുക്മിണിയും. തിരുവണ്ണാമലയിലെ കാർത്തിക ദീപം ഉത്സവത്തിനായി എല്ലാ വർഷവും ഇവർ എത്താറുണ്ട് എന്നുമാണ് വിവരം. ഈ വർഷവും പതിവ് പോലെ ഉത്സവത്തിൽ പങ്കെടുത്ത് മടങ്ങിയെങ്കിലും മോക്ഷം ലഭിക്കുന്നതിനായി ദേവനും ദേവിയും തിരിച്ചു വിളിച്ചെന്ന് അവകാശപ്പെട്ടാണ് ഇവർ വീണ്ടും തിരുവണ്ണാമലയിൽ എത്തിയതെന്നാണ് വീഡിയോയിൽ പറയുന്നത്. ആത്മീയ മോക്ഷത്തിനായി ജീവൻ വെടിയുന്നു എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. തിരുവണ്ണാമലയ്ക്ക് പുറമെ തമിഴ്നാട്ടിലും മറ്റു ക്ഷേത്രങ്ങളിലും ഇവർ പതിവായി സന്ദർശനം നടത്താറുണ്ട് എന്നാണ് വിലയിരുത്തൽ. ആത്മഹത്യക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. രുക്മിണിയുടെ മക്കളെ കൊലപ്പെടുത്തിയ ശേഷമാണ് ഇവർ ആത്മഹത്യ ചെയ്തത് എന്നാണ് പ്രാഥമിക വിവരം. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് 4 പേരും ഹോട്ടലിൽ മുറിയെടുത്തത്. വൈകുന്നേരം 6 മണിയോടെ ഹോട്ടൽ ജീവനക്കാരെ ബന്ധപ്പെടുകയും ഒരു ദിവസത്തേക്ക് കൂടി മുറി വേണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നതായാണ് വിവരം. ശനിയാഴ്ച രാവിലെ 11 മണിയായിട്ടും വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് ഹോട്ടൽ ജീവനക്കാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി ഡോർ പൊളിച്ച് അകത്ത് കയറിയപ്പോഴാണ് 4 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെ പേരിലെ ആത്മഹത്യ വർദ്ധിക്കുന്ന സാഹചര്യം പലപ്പോഴായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അരുണാചൽ പ്രദേശിൽ തിരുവനന്തപുരം സ്വദേശിയായ അധ്യാപിക ആര്യയും കോട്ടയത്തെ ദമ്പതികളും ഇത്തരത്തിൽ നാളുകൾക്ക് മുമ്പ് ജീവനൊടുക്കിയിരുന്നു. നവീൻ തോമസ്, ഭാര്യ ദേവി, ആര്യ എന്നിവരായിരുന്നു ആത്മഹത്യ ചെയ്തത്. നവീൻ തോമസ് 2010 മുതൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ചും പറയുന്ന വെബ്സൈറ്റുകളിൽ സജീവമായി ഇടപെട്ടിരുന്നു. 2016 ഏപ്രിലിൽ അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ച് പറയുന്ന മിതി എന്ന വെബ്സൈറ്റിൽ പണം സംഭാവന ചെയ്തിരുന്നുവെന്നും തെളിവുകൾ പുറത്തു വന്നിരുന്നു. മിതി എന്ന സാങ്കല്പിക കഥാപാത്രത്തിന്റെ പേരിലായിരുന്നു ഈ യൂട്യൂബ് ചാനലും വെബ്സൈറ്റും പ്രവർത്തിച്ചിരുന്നത്. ഇതിൽ 2019ലും 2020ലും നവീൻ തോമസ് സംശയങ്ങൾ ചോദിച്ചതിന്റെയും അതിന് മിതി മറുപടി പറയുന്നതിന്റെയും രേഖകൾ പുറത്തു വന്നിരുന്നു. ഇത്തരം ചിന്തകളുടെ അടിമയായ നവീൻ പിന്നീട് ഭാര്യയും സുഹൃത്ത് ആര്യയും ഈ വഴിയിലേക്ക് എത്തിച്ചു. പ്രളയം വന്ന് ഭൂമി നശിക്കുമെന്നും അതിനു മുമ്പ് അന്യഗ്രഹത്തിൽ ജനിച്ചു ജീവിക്കണമെന്നുമുള്ള ആഗ്രഹത്തിന്റെ പേരിലാണ് ഇവർ ജീവനൊടുക്കിയത്. പർവ്വതാരോഹണത്തിന് നവീൻ തയ്യാറെടുത്തിരുന്നു എന്നതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചിരുന്നു. ഒരു ദിവസം പ്രളയം വന്ന ലോകം നശിക്കും, അന്ന് ഉയരമേറിയ പ്രദേശത്ത് ജീവിച്ചാൽ മാത്രമേ ജീവൻ സംരക്ഷിക്കാൻ കഴിയുമെന്നായിരുന്നു നവീന്റെ വിശ്വാസം. ഈ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത മറ്റൊരു ലോകമുണ്ടെന്നും അവിടെ പുനർജനിക്കണമെന്നുമായിരുന്നു നവീൻ സുഹൃത്തുക്കളോട് ആവശ്യപ്പെട്ടിരുന്നത്. 1.5 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അരുണാചലിലെ ഈസ്റ്റ് കാമിംഗ് ജില്ലയിൽ നവീൻ ഭാര്യയും പോയിരുന്നു. ഇവിടെ ബുദ്ധവിഹാരങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു. പർവ്വതത്തിന് മുകളിലെ ജീവിതത്തെക്കുറിച്ചും നവീൻ പ്രദേശവാസികളോട് തിരക്കിയിരുന്നു. തിരിച്ചെത്തിയ നവീൻ പർവ്വതാരോഹണം നടത്താനുള്ള വസ്ത്രങ്ങൾ, ആയുധങ്ങൾ, ടെന്റ്, പാത്രങ്ങൾ എന്നിവയും ഓൺലൈനായി വാങ്ങി. ഇതെല്ലാം നവീന്റെ കാറിൽ നിന്ന് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. പർവ്വതമുകളിലെ ജീവിതത്തിനും അപ്പുറം പുനർജന്മത്തിനായി ജീവിതം അവസാനിപ്പിക്കുക എന്ന ചിന്തയിൽ മാത്രമാണ് 3 പേരും അരുണാചലിലെത്തിയതെന്നാണ് പോലീസ് പറഞ്ഞത്. തന്റെ ചിന്തകൾ അടുത്ത ചില സുഹൃത്തുക്കളോടും നവീൻ പങ്കുവച്ചിരുന്നു. എന്നാൽ നവീന്റെ ഈ ചിന്ത ഭാര്യ ദേവിയും അതേപടി വിശ്വസിച്ചു. ഡോൺ ബോസ്കോ എന്ന ഇമെയിൽ ഐഡിയിൽ നിന്ന് അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള പരാമർശങ്ങൾ അടങ്ങുന്ന സന്ദേശങ്ങൾ ആര്യയ്ക്ക് വന്നിരുന്നു. ഡോൺ ബോസ്കോ എന്ന മെയിൽ ഐഡി നവീൻ തോമസ് ഉണ്ടാക്കിയ വ്യാജ ഐഡി എന്നായിരുന്നു പോലീസ് ആദ്യം കരുതിയിരുന്നത്. എന്നാൽ സ്വന്തമായി ഇമെയിൽ വിലാസം ഉണ്ടാക്കി അതിൽ നിന്ന് തനിക്ക് തന്നെ ആര്യ ഇമെയിലുകൾ അയക്കുകയായിരുന്നു. ഇത്തരം മാനസികാവസ്ഥ ഉണ്ടാകുമെന്ന് ചില മാനസികാരോഗ്യ വിദഗ്ധർ സ്ഥിരീകരിച്ചുവെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു. സുഹൃത്തിന് ഇതിൽ നിന്ന് ആര്യ ഒരിക്കൽ മെയിൽ അയച്ചുവെന്നും പോലീസ് കണ്ടെത്തി. അസാധാരണമായ ചില വിശ്വാസ രീതികളെ പറ്റിയുള്ള ആശയവിനിമയത്തിനായാണ് വ്യാജ മെയിൽ ഐഡി ഉണ്ടാക്കിയതെന്ന് പോലീസ് പറയുന്നു. അന്യഗ്രഹ ജീവിതമെന്ന സങ്കല്പം ആദ്യം പങ്കുവച്ചത് നവീനാണെന്നും പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. ഒരു വൈദികനടക്കം 5 സുഹൃത്തുക്കളെ തന്റെ വിചിത്ര ചിന്തകളുടെ ഭാഗമാക്കാൻ നവീൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.